ശരിക്കും എന്താണ് ഈ സേവ് ദ ഡേറ്റ് എന്ന് അറിയോ? അതായത് നമ്മൾ യൂറോപ്പിലൊക്കെ അവരുടെ കല്യാണ രീതി അവരുടെ കൾച്ചർ അനുസരിച്ച് ഒരു ഡേറ്റ് ചെയ്ത് പിന്നെ പ്രപ്പോസ് ചെയ്തിട്ട് അവർ പിന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നത് കുറേ നാളുകൾ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഈ ഞാനും എൻ്റെ ഒരു പാർട്ട്ണറും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് നാട്ടുകാരോട് പറയുന്ന ഒരു പരിപാടിയാണ്. ആ പറയുക മാത്രമല്ല, അതൊരു 6 മാസം തൊട്ട് ഒരു 8 മാസത്തിൻ്റെ ഗ്യാപ്പിലാണ് ഇവർ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്ന ഡേറ്റ് ഫിക്സ് ചെയ്യുക. അപ്പോൾ ഈ ഡേറ്റ് ഇന്ന ഡേറ്റിലാണ് ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോണത്, അന്ന് വേറൊരു പരിപാടി എടുക്കരുത് എന്ന് അവരുടെ റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയും ഒക്കെ അറിയിക്കുക എന്നുള്ളത് കൊണ്ട് അവരൊരു കാർഡ് അടിച്ചിട്ട് സേവ് ദ ഡേറ്റ് എന്ന് എഴുതിയിട്ട് ആ കാർഡ് അയച്ചു കൊടുക്കും. ഇതാണ് ആക്ച്വലി സേവ് ദ ഡേറ്റ്. പിന്നീട് ഇതിൻ്റെ പിന്നാലെ ഒരു വെഡ്ഡിങ് ഇൻവിറ്റേഷൻ ചെല്ലും. അപ്പോൾ ആ ഇൻവിറ്റേഷൻ പോണത് കല്യാണത്തിന് ചിലപ്പോൾ 1 മാസം മുമ്പോ 2 മാസം മുമ്പോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അതിനു മുമ്പേ ഒരു വളരെ നേരത്തെ തന്നെ എല്ലാവരും ഡേറ്റ് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സേവ് ദ ഡേറ്റ് എന്ന് പറയുന്ന പരിപാടി. നമ്മുടെ നാട്ടിൽ സേവ് ദ ഡേറ്റ് എന്ന് പറയുന്ന പരിപാടി കുറേ ഫോട്ടോസ് എടുക്കുക, തിക്കും തിരക്ക് ഉണ്ടാക്കുക, ബഹളം ഉണ്ടാക്കുക, അത് ഞാൻ തെറ്റാന്നല്ല പറയണേ. പക്ഷേ അതിൻ്റെ ആക്ച്വൽ പരിപാടി ഈ സേവ് ദ ഡേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സംഭവമാണ്.